കേബൽ അത്ര പ്രശ്നക്കാരനൊന്നല്ല, എല്ലാവർക്കും സുഖമായി ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ പറ്റിയ ഒരാളാണല്ലേ ഇവല്? അല്ല, നിങ്ങൾ സയൻസ് വിട്ടിട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നു ചോദിക്കാം. പക്ഷെങ്കിൽ റിലിജനും സയൻസും അല്ലാണ്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടായി ചോദിക്കാം. ചില ആൾക്കാർ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വലിയ ചോദ്യമൊന്നും വേണ്ട, ചെറിയ ചോദ്യങ്ങൾ മതി എന്നാ പറഞ്ഞത്. എന്തെങ്കിലും ഷോർട്ട് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ചെറിയൊരു ടൈം ക്രഞ്ച് ഉണ്ട്, അപ്പോൾ വേറെ ആൾക്കാർ സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഈ ഫിസിക്സ് എന്നുള്ളതേ ഞങ്ങൾക്ക് അന്യം നിന്നൊരു സംവിധാനം, അതിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ കഴിയില്ല. അത് ചോദിക്കാൻ അറിവ് നമ്മളെ സംബന്ധിച്ചില്ല. എനിക്ക് മൊത്തത്തിൽ എൻ്റെ അപ്പിയറൻസിലും ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നു. സംസാരത്തിൽ അല്ലെങ്കിൽ പിന്നെന്താ പറയുക, പ്രസൻറ്റേഷനിലൊക്കെ. ഇനിയിപ്പോൾ എന്താ എന്നോട് ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ, പിന്നെ മൊത്തത്തിൽ അടിപൊളിയുണ്ട് സംസാരം കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാക്കി സത്യം പറയാം. അതിൻ്റെ ഒരു വാസ്തവം അതാണ്. ഞാൻ പിന്നെ അതങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോൾ ഇവരതൊക്കെ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ ഈ സയൻസ് അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് വന്നതാണോ അതോ മോനെ പഠിച്ച് പിന്നെ ഇതിങ്ങനെ ഒരു പാഷനേറ്റായിട്ട് ഉണ്ടാക്കിയതാണോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ ശരിക്കും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പടച്ചോങ്ങനെ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ ഈ സമദാൻ സാഹിബൊക്കെ ഉണ്ടെങ്കിൽ ഈ നുബുവത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. റസൂലിന് ഇറങ്ങുന്നൊരു പിന്നെ നുബുവത്ത് ഇറങ്ങുന്ന അത് അങ്ങനെ സാധനമല്ല, കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടിയത്. അപ്പോൾ മോന് ഇങ്ങനെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഒരു ജേണി ഇങ്ങനെ സംഭവിച്ചത് ആക്സിഡൻ്റലായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിങ്ങനെ മനസ്സൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് റിസർച്ച് ഇപ്പം നേരത്തെ പറഞ്ഞു ഈ പാരൻസ് ഒന്നും വലിയ സപ്പോർട്ട് ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു പാരൻസ് ശത്രുക്കളെ പോലെ പെരുമാറിയിട്ടുണ്ട് അല്ലേ? നല്ല കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ശത്രുക്കളെ പോലെയാണ് പെരുമാറിയത്. അത് അവര് പറയൂല, പക്ഷെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യട്ടെ. ഞാൻ ആക്സിഡന്റിൽ പറ്റിയെന്ന് പറഞ്ഞാല്, ഞാൻ സത്യം പറഞ്ഞാല് പഠിച്ചിട്ട് കുറേ ഉണ്ട്. ഞാൻ ഈ പേപ്പർ എഴുതിയതൊക്കെ മൊത്തം പഠിച്ചിട്ടാണ്. പക്ഷെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് ഇത് കറക്റ്റായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. കാരണം നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ പെട്ടെന്ന് കഴിച്ചിലാവാനാണ് നോക്കുക. കുറെ ആൾക്കാർ ഇങ്ങനെ നോക്കും, കുറെ ആൾക്കാർ ഇങ്ങനെ ചിരിക്കും. അത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് കുറെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടാവും. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു വഴി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. നമ്മളെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഒരു സാധാരണക്കാരനോട് ഞാൻ ചോദിച്ചാല് അതിന്റെ അറിവുണ്ടാവും, പക്ഷെ ഉപയോഗിച്ചത് വളരെ കുറവ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് പഠിച്ചത്. അതല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം വന്നതെന്ന് പറഞ്ഞാല് ലെക്ചേഴ്സ് ആണ്. നമ്മൾ ഓൺലൈനിൽ കയറിയാൽ നമുക്ക് കുറെ ലെക്ചേഴ്സ് കാണും, നമ്മളെ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാല് ChatGPTയും DeepSeekഉം ജെമിനിയും ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചത് അതാണ്. പക്ഷെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ChatGPT Pro സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടായി. ആ ഒരു സമയത്ത് എനിക്ക് അവരിൽ നിന്ന് ഇമെയിൽ കിട്ടി. ഞാനാണ് ഇന്ത്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് ആൾക്കാർ ChatGPT സബ്സ്ക്രിപ്ഷൻ എടുത്ത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും 1.1 ബില്യൺ ആൾക്കാരുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞാനാണ് ഫസ്റ്റ് 300 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തത്. അപ്പൊ എന്താണ് മനുഷ്യന്മാരെടുക്കാതെന്ന് അറിയില്ല. ഈ ഒരു കാരണം എനിക്ക് എക്സ്ട്രാ 1 കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ അവർ ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പൊ എനിക്കിപ്പോ ChatGPT ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടിയോണ്ട് സുഖമായി.